ഹായ്, ഇതാണ് കാൽപ്പെട്ടി. പണ്ടുകാലത്തെ ആളുകൾ വസ്ത്രം, പണം, ആഭരണമൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന പെട്ടിയാണിത്. ഇതിൻ്റെ വല്യമ്മ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. 70-80 വർഷത്തിന് മുകളിൽ പഴക്കം ഉണ്ടാവും ഇതിന്. നമ്മളിന്ന് ഈ പെട്ടി റീസ്റ്റോർ ചെയ്ത് പുതിയതുപോലെ ആക്കാൻ പോവുകയാണ്. അപ്പം നമുക്ക് വർക്ക് തുടങ്ങിയാലോ? നമുക്ക് ഇതിൽ വെക്കാനുള്ള പഴയ മോഡൽ വിജയകരിയൊന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ലോക്ക് ഇവിടെ ഫിറ്റ് ചെയ്യാൻ പോകും കേട്ടോ. ഇവിടെ ഒരു ഹോൾ കൊടുക്കണം. അതിനുശേഷം ഇതിവിടെ ഫിറ്റ് ചെയ്യണം. ഈ ലോക്കിൻ്റെ ഈ ഒരു പീസ് ഇവിടെയാണ് ഫിറ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളിവിടെ ഒരു ഹോൾ ഇട്ടു. ഇനി നമ്മൾ ഈ ലോക്ക് ഫിറ്റ് ചെയ്യാൻ പോകണേ. ഇവിടെ 4 സ്ക്രൂ ഇട്ട് കൊടുക്കണം. ഇത് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് 2 സ്ക്രൂ ഇട്ട് ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് പോളിഷ് അടിക്കണം. ആദ്യം ഒന്ന് പേപ്പർ പിടിച്ചിട്ട് പിന്നെ സീലർ അടിക്കണം. അപ്പോൾ ഇതാണ് സാൻഡിങ് സീലർ. പിന്നെ തിന്നറുണ്ട്. ഇതാണ് നമ്മൾ ആദ്യം അടിക്കാൻ പോകുന്നത്. ചെറുതായിട്ടൊന്ന് ഡയലൂട്ട് ചെയ്യണം. ഇതുപോലെ കുറച്ച് വേസ്റ്റ് എടുത്തിട്ട് വേസ്റ്റ് വെച്ചാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യാൻ പോകുന്നത്.
നമ്മൾ ഫസ്റ്റ് സീലർ അടിച്ചതിന് ശേഷം ഇതുപോലത്തെ പേപ്പർ ഒന്ന് ഫുള്ളായിട്ട് പിടിക്കണം. ഒത്തിരി അമർത്തി പിടിക്കരുത്, ഇതുപോലെ പയ്യെ ഒന്ന് പിടിച്ചിട്ടാൽ മതി. അങ്ങനെ ഫുള്ള് പേപ്പർ ഒന്ന് പിടിച്ചതിന് ശേഷം വീണ്ടും രണ്ടാമത് ഒന്നും കൂടെ സീലർ അടിക്കണം. ഇത് രണ്ടാമത്തെ കോട്ട് സീലറാണ്. നമ്മളിവിടെ രണ്ടാമത്തെ കോട്ട് സീലർ അടിച്ചതിന് ശേഷം പേപ്പർ പിടിക്കാൻ പോകും കേട്ടോ. ഇത് ഈ ബോക്സിൻ്റെ സൈഡിലുണ്ടായിരുന്നതാണ്. നമ്മളിപ്പോൾ ഇത് ഇവിടെ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് അവിടെ കൊടുക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് പേപ്പറൊക്കെ പിടിച്ചൊന്ന് കളറാക്കി എടുക്കണം. അപ്പം നമ്മളിതിനെ ഈ ഒരു കളറാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചാണ് നമ്മൾ പോളിഷ് ചെയ്ത്. ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ചാനലിൽ കിണ്ടി പോളിഷ് ചെയ്യുന്നൊരു വീഡിയോ എടുപ്പുണ്ട്, നോക്കിയാൽ മതി. ഇനി നമ്മൾ ഇതിവിടെ ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇനി നമ്മൾ ഏറ്റവും അവസാനത്തെ കോട്ടടിക്കാൻ പോവുകയാണ് പോളിഷ്. സ്ലീക്ക് XT ആണ് വാങ്ങിയിരിക്കുന്നത്. പിന്നെ ഇത് അടിക്കാനുള്ള ബ്രഷും വാങ്ങിയിട്ടുണ്ട്. ഇതുപോലത്തെ സോഫ്റ്റ് ബ്രഷ് വേണം വാങ്ങാൻ. അങ്ങനെ നമ്മൾ പോളിഷ് അടിച്ച് കഴിഞ്ഞു. ഇനി ഇത് ഉണങ്ങാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. നമ്മൾ പോളിഷ് മാറ്റ് ഫിനിഷാണ് വാങ്ങിയത്. ഇതിപ്പോൾ അടിച്ച് കഴിഞ്ഞുകൊണ്ടാണ് ഒരു ഗ്ലോസി ഫിനിഷ് തോന്നുന്നത്. ഇത് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും മാറ്റ് ഫിനിഷ് ആവുമേ. ഇതിപ്പോൾ ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു മാറ്റ് ഫിനിഷാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. റീസ്റ്റോറേഷന് മുമ്പും അതിന് ശേഷവുമുള്ള വീഡിയോ ആണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. റീസ്റ്റോറേഷൻ കഴിഞ്ഞപ്പം പുതിയതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ബൈ ബൈ.